രാമനവമി ഘോഷയാത്രയുടെ കാലമാണ്. രാമനവമി ഘോഷയാത്ര എന്നൊക്കെ പശ്ചിമ ബംഗാളിൽ നടന്നിട്ടോ അന്നൊക്കെ അതിനെതിരെ വ്യാപകമായ രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ആക്രമണം മുർഷിദാബാദ് ജില്ലയിലാണ്. മുർഷിദാബാദ് ജില്ലയിലെ റജി നഗറിൽ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ആ ഘോഷയാത്രയ്ക്ക് നേരെ ക്രൂഡ് ബോംബുകൾ എറിയുകയായിരുന്നു. 20 പേരുടെ നില ഗുരുതരമാണെന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വിവരം. ശക്തിപൂർ സ്കൂളിൽ നിന്നാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചത്. പശ്ചിമ ബംഗാളിലുടനീളം 5000 ഘോഷയാത്രയായിരുന്നു വിവിധ ഹൈന്ദവ സംഘടനകൾ ആസൂത്രണം ചെയ്തതും നടത്താനിരുന്നതും. അതിൽ ഒരു ഘോഷയാത്രയാണ് ഈ മുർഷിദാബാദിലെ റജി നഗറിൽ നിന്ന് ആരംഭിച്ചത്. ഇവിടെ നടന്ന ഘോഷയാത്രയ്ക്ക് നേരെയാണ് ബോംബേറുണ്ടായിരിക്കുന്നത്. 20ഓളം പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പറഞ്ഞത് ഈ മാസം 17 ശേഷം സംസ്ഥാനത്ത് കലാപമുണ്ടാകുമെന്ന്. ഏതായാലും വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങളും മറ്റുമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി TMC തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും എംപിമാരും മറ്റും നടത്തുന്നത്. അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ മതമൗലികവാദികൾ ഇത്തരത്തിൽ അഴിഞ്ഞാടിയിരിക്കുന്നത്. ഏതായാലും ഈ പരിക്കേറ്റവരെ മുർഷിദാബാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ സേനയെ, അർദ്ധ സൈനിക വിഭാഗത്തെ അടക്കം ഇപ്പോൾ ഈ മുർഷിദാബാദിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും തങ്ങൾ പ്രഖ്യാപിച്ച് ഈ 5000 രാമനവമി ഘോഷയാത്രയിൽ നിന്നും പിന്നോക്കമില്ല എന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ തന്നെ നാം കണ്ടതാണ്. രാമനവമി ആഘോഷങ്ങൾക്കായി ഒരുക്കിയ പന്തലുകൾ പോലും തകർത്ത് കാഴ്ച കണ്ടെങ്കിൽ ഇത്തവണ അത് ബോംബേറിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.